കൂട്ടുകാരെ നമസ്കാരം. കൂട്ടുകാരെ, എൻ്റെ ലൈവിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണോ എങ്കിൽ മാലാഖമാർ എന്താണ് നിങ്ങളോട് ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആണ് ഇന്ന് നോക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലത് കൂട്ടാക്കുക. എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി നമുക്കൊരു കാർഡ് എടുക്കാം. ഇന്ന് എന്താണ് നിങ്ങളോട് മാലാഖമാർ പറയുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണ് മാലാഖമാർ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു കാർഡ് എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ ഒരു കാർഡ് വെച്ചുള്ള റീഡിംഗ് ആണിത്. ഒരു സിംഗിൾ കാർഡ് വെച്ചുള്ള റീഡിംഗ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നിങ്ങളോട് എന്താണ് മാലാഖമാർ ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. നമുക്ക് എന്താണ് നിങ്ങൾക്കുള്ള ഈ ഒരു സമയത്തുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് എടുക്കാം. എന്താണ് നിങ്ങൾക്കായിട്ട് ഈ ഒരു സമയത്ത് ഡിവൈൻ പറയുന്നത് നോക്കാം. മാലാഖമാർ നിങ്ങളോട് എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങളോട് മാലാഖമാർ പറയുന്നത് ഇങ്ങനെയാണ്. ലുക്ക് ഫോർ എ സൈൻ എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നത്. ഈ ഒരു കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. മാലാഖമാർ നിങ്ങളോട് ഇത് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ചുറ്റുമുള്ള അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ വിഷമിക്കുമ്പോഴായിരിക്കും ഈ കാർഡ് കാണുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് പേര് വളരെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു കാർഡ് കാണുന്നത്. തീർച്ചയായിട്ടും എന്താണ് അവർക്കൊക്കെയുള്ളൊരു മറുപടിയാണ് ഈ ഒരു കാർഡ്. നമ്മൾ ഒരുപാട് നാൾ ഒരു കാര്യത്തിന് വേണ്ടി വിഷമിച്ച് ആ കാര്യം നടക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തളർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാർഡ് ഞാൻ എടുത്തത്. ചിലപ്പോൾ എന്താണ് നമുക്ക് ഒരു തീരുമാനമെടുക്കുമ്പോൾ വിഷമിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു കാർഡ് കാണുന്നത്. ഇതിൻ്റെ അർത്ഥം ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കൊരു സൂചന നൽകാൻ പോകുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് പ്രപഞ്ചശക്തി നിങ്ങളോടൊരു സൂചന, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്കായിട്ട് ഒരു സൂചന നൽകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. പല രീതിയിലായിരിക്കാം അത് സൂചന നൽകുന്ന പ്രപഞ്ചങ്ങൾ. തീർച്ചയായിട്ടും പ്രപഞ്ചശക്തി അഥവാ ദൈവം നമുക്ക് എന്താണ് അതെങ്ങനെയാണ് സൂചന തരുന്നത് നമുക്ക് നോക്കാം. പല വഴിയിൽ കൂടെ ഒരു സൂചനകൾ തരുന്നേക്കാം. ഒന്നാമത്തേതായിട്ട് ആവർത്തിച്ച് കാണുന്ന നിങ്ങളൊരു ഏഞ്ചൽ ഗൈഡൻസ്, ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ആവർത്തിച്ച് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതായത് ഇതൊരു സൂചനയായിട്ട് കരുതാം. അതായത് 11, 111, 222, 11, 11, 12, 12, 111, 222 തുടങ്ങിയ അക്കങ്ങളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു സൂചനയായിട്ട് കണക്കാക്കാം. അതുപോലെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി വെള്ളത്തൂവലുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണെങ്കിൽ, നിങ്ങൾ കാണാനിടയായാൽ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും ഒരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോയിലോ ടി വിയിലോ മറ്റോ കേൾക്കുന്ന പാട്ടിൻ്റെ വരികൾ, അതായത് തുടർച്ചയായിട്ട് നമ്മൾ ചില വരികളൊക്കെ ഇങ്ങനെ കേൾക്കാം. നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന പോലെയുള്ളൊരു ചില വരികളൊക്കെ ഉണ്ടാകും പാട്ടിൽ. അതായത് നമ്മുടെ റേഡിയോയിലും സിനിമയിൽ ടി വിയിലായിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ അതിൽ കേൾക്കുന്ന ചില വരികളൊക്കെ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാവാം. തീർച്ചയായിട്ടും ഇതൊക്കെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് റിപ്പീറ്റായിട്ട് കാണുന്നവർ തന്നെ തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നുണ്ടെന്നാണ്. അതായത് തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു കാർഡിൻ്റെ അർത്ഥം എന്താണ്, പ്രപഞ്ചം നമ്മളോട് അല്ലെങ്കിൽ ദൈവശക്തി നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാർഡാണ്. കാര്യങ്ങളെപ്പറ്റിയാണ് തീർച്ചയായിട്ടും പറയുന്നത്. അപ്പം നിങ്ങൾക്കായിട്ടുള്ള ഉത്തരം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ആ അടയാളം നിങ്ങളെ തേടിയെത്തും. തീർച്ചയായിട്ടും ആ അടയാളം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ കാത്തിരിക്കുക. അങ്ങനെ ഒരു ഗൈഡൻസാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ആത്മവിശ്വാസം കൈവെടിയാതെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു അടയാളം നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തോ നല്ല കാര്യം വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാളും ചോദിച്ച വിചാരിച്ച ആ കാര്യം നടക്കാത്തതിന്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിനുള്ളൊരു മറുപടിയായിട്ട് അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളാരും വിഷമിച്ചിരിക്കേണ്ട. തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് റിപ്പീറ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി എടുത്തത് തന്നെ അങ്ങനെയാണ്. നിങ്ങളുടെ ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലായത്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് വന്നത് തന്നെ അങ്ങനെയാണ്. ഈ ഒരു കാർഡിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ഒരു വസ്തുക്കൾ, അതായത് നമ്മുടെ ഏഞ്ചൽ നമ്പേഴ്സോ നമ്മൾ ചില വരികളോ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അപ്രതീക്ഷിതമായി നമ്മൾ വെള്ളത്തൂവലൊക്കെ നമ്മുടെ അടുത്തേക്ക് വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്
ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മൾക്ക് നമ്മുടേതായ എന്തോ ഒരു കാര്യത്തിന് ഒരു നല്ല സൂചന തരുന്നെന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൂടുതൽ ഏഞ്ചൽ ഗൈഡൻസ് വിവരങ്ങൾ മനസ്സിലാക്കാൻ അറിയാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം കൂട്ടുകാരെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് ഇതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ നന്ദി.